ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. ഒരു 60 മാർക്ക് ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാനായിട്ട് ശ്രമിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ കുറച്ച് MCQs വർക്കൗട്ട് ചെയ്യാൻ പോവാം. അയ്യോ സാറേ, ഞങ്ങൾ കുറെ MCQs വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്, അപ്പൊ ഇത് കാണേണ്ട ആവശ്യമുണ്ടോ? ഏത് MCQs ആണ് ചെയ്യിക്കാൻ പോകുന്നത്? നമ്മൾ പ്രീവിയസ് ഇയറിലെ MCQs ആണ് ചെയ്യിക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQs ആണ് ചെയ്യിക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് 2022 സിലബസിലെ MCQs ആണ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പൊ കാണേണ്ട ആവശ്യം ഉണ്ടാവും അല്ലെ? അപ്പോൾ കണ്ടോളൂ. നമ്മൾ ചെയ്യിക്കാൻ പോകുന്നത് 2 ടേമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQs ആണ്. ഏതൊക്കെ ടേമുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസംബർ 2023ലെ 2022 സിലബസിലെ OM ആൻഡ് SMന്റെ MCQ, അതോടൊപ്പം തന്നെ ജൂൺ 2024 നടന്ന സിലബസ് 2022 സിലബസിലെ OM ആൻഡ് SMന്റെ MCQ. സ്റ്റാർട്ട് ചെയ്താലോ? ഇൻട്രസ്റ്റഡ് ആണല്ലോ ഇതിൽ? ഓക്കെ. എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ കൂട്ടുകാരുണ്ടാവും അല്ലേ? അപ്പൊ അവരും ഇത് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളിത് ആൻസർ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരവും ഇതും ഒരേപോലെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസംബർ 2023ലെ സിലബസ് 2022 സിലബസിലുള്ള OM ആൻഡ് SMലെ MCQs ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് 30 മാർക്കാണ് MCQ നിന്ന് മാത്രമായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ആൻസർ മാത്രം നോട്ട് ചെയ്താൽ മതിയോ, അതാ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണോ എന്നുള്ളത്. തുറക്ക് എക്സ്പ്ലനേഷൻ എഴുതണോ എന്നുള്ള ഒരു സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അവരിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യു മേ റൈറ്റ് ഓൺലി ദ റോമൻ ന്യൂമറൽ ആൻഡ് ദ ആൽഫബറ്റ് ചൂസൺ ഫോർ യുവർ ആൻസർ. റോമൻ ന്യൂമറലും ഓപ്ഷനിൽ ഏതാണോ ആ ആൽഫബറ്റും മാത്രം എഴുതിയാൽ മതി. വേറെ ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനിലേക്കും നിങ്ങൾ പോവേണ്ടതില്ല. ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. 2 മാർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് MCQs ഓരോന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എടുത്തു ചാടിയൊന്നും ആൻസർ ടിക്ക് ചെയ്യരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ടിക്ക് ചെയ്യാവൂ. റെഡി ആണല്ലോ? ഓക്കെ. വിത്ത് റെഫറൻസ് ടു ദി ഓപ്പറേഷൻസ് ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി, നമ്മൾ ആദ്യത്തെ MCQ ആണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. വിത്ത് റെഫറൻസ് ടു ദി ഓപ്പറേഷൻസ് ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഹൗ ടു റീച്ച് ദ പ്രൊഡക്ട്സ് ടു ദി കസ്റ്റമേഴ്സ് ഈസ് റിലേറ്റഡ് ടു വിച്ച് വൺ? ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ പലതുണ്ട് അല്ലെ? പല കാര്യങ്ങളിൽ അവർ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ഫൈനൽ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടത്, അതിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് ഓപ്ഷനാണ് ഇതിൽ? അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ഇതിൽ? ക്വാളിറ്റി മാനേജ്മെന്റ് ആണോ? അല്ല. ഇൻവെന്ററി മാനേജ്മെന്റ് ആണോ? അല്ല. മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണോ? ആയിരിക്കും അല്ലേ? അല്ല. ഡിസ്ട്രിബ്യൂഷൻ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് അല്ലേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാ? ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് ആണ്. സോ അതാണ് അതിന്റെ ആൻസർ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം, നെക്സ്റ്റ് MCQലേക്ക് വരാം. ഓക്കെ, രണ്ടാമത്തെ MCQലേക്ക് പോയാലോ? വായോ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഹൗ മച്ച് സ്പേസ് ആൻഡ് കപ്പാസിറ്റി ഡസ് ഈച്ച് എക്കണോമിക് ആക്ടിവിറ്റി സെന്റർ നീഡ്? കപ്പാസിറ്റി എന്ന് കാണുമ്പോഴേ നിങ്ങൾ ഓപ്ഷൻ സി അങ്ങ് ടിക്ക് ചെയ്യും. കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളത് അങ്ങ് ടിക്ക് ചെയ്യും. തെറ്റാണ്. ഫെസിലിറ്റി ലേഔട്ടിലാണ് എന്തുമാത്രം സ്പേസ്, എന്തുമാത്രം കപ്പാസിറ്റി ഒരു സെന്ററിന് ആവശ്യമായിട്ട് വരും എന്നുള്ളതിൽ തീരുമാനമെടുക്കുന്നത്. ഫെസിലിറ്റി ലേഔട്ട്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. The non-linear iterative process that seeks to understand users' needs, challenge assumptions, redefine problems, and creative innovative solution to prototype and test is called. എന്തിന്റെയോ മീനിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്.
പ്രൊഡക്റ്റ് ഡിസൈനിന്റെ അല്ല, പ്രൊഡക്റ്റ് മിക്സിന്റെ അല്ല, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ അല്ല, ഡിസൈൻ തിങ്കിങ്ങിന്റെ മീനിങ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ഡിസൈൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ PLC നിങ്ങൾക്ക് അറിയാം. സോ ഡിസൈൻ തിങ്കിങ്ങിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ അല്ല മീനിങ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. എനി സൊല്യൂഷൻ ദാറ്റ് ഓൾസോ സാറ്റിസ്ഫൈസ് ദ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദി ജനറൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് കോൾഡ് ഫീസിബിൾ സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷന്റെ മീനിങ് ആണ് നമുക്ക് അവിടെ ഒരു സെന്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബേസിക് സൊല്യൂഷൻ അല്ല, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ല, ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ അല്ല, ജസ്റ്റ് ഫീസിബിൾ സൊല്യൂഷൻ ആണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. അഞ്ചാമത്തെ ചോദ്യം ISO സ്റ്റാൻഡേർഡ്സ് ആർ റിവ്യൂഡ് എവരി അറിയാമോ ആൻസർ? അറിയാവുന്നവർ പറഞ്ഞു, കമന്റ് ചെയ്തോളൂ, വേഗം കമന്റ് ചെയ്തോ. ISO സ്റ്റാൻഡേർഡ്സ് എത്ര വർഷം കൂടിയിരിക്കുമ്പോഴാണ് റിവ്യൂ ചെയ്യുന്നത്? 5 വർഷം, 5 years, 5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് റിവ്യൂ ചെയ്യുന്നത്. കിട്ടിയല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ABS Limited, a manufacturing company, has a production line consisting of 5 work centers in series with individual capacity in units per shift as are given. The actual output of line is 270 units per shift. ഇവിടെ PQRST എന്ന് പറഞ്ഞ് വർക്ക് സെന്ററുകൾ തന്നിട്ടുണ്ട്, അവരുടെ കപ്പാസിറ്റീസും തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ബോട്ടിൽ നെക്ക് സെന്റർ. അറിയില്ലേ? ബോട്ടിൽ നെക്ക് സെന്റർ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഏറ്റവും കുറവ് കപ്പാസിറ്റി ഉള്ള വർക്ക് സെന്റർ ആണ് ബോട്ടിൽ നെക്ക് സെന്റർ. സോ P ആണോ, Q ആണോ, R ആണോ, S ആണോ, T ആണോ? T ആണ് ആൻസർ അല്ലേ? T ആണ് ആൻസർ. T ആണ് ബോട്ടിൽ നെക്ക് സെന്റർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ബോട്ടിൽ നെക്ക് സെന്റർ T ആണ്. സോ നമ്മുടെ ഓപ്ഷനിൽ എവിടെയാ T കിടക്കുന്നത്? ഓപ്ഷൻ സിയിൽ. ക്ലിയർ? വർക്ക് സെന്റർ T. Then under maintenance, അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. Under maintenance management, 2 types of cost and need to be balanced. One is cost of premature replacement, other is cost of replacement. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൽ വരുന്ന ഒരു കാര്യമാണ് റീപ്ലേസ്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും ഏതാണ് അതർ കോസ്റ്റ് എന്ന് പറയുന്നത്? ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ആണ്. ബ്രേക്ക് ഡൗൺ കോസ്റ്റ് കേട്ടോ, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ക്ലിയർ? റീപ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു റീപ്ലേസ്മെന്റ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു കോസ്റ്റ് ആണ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. അത്രേ ഉള്ളൂ. Then എട്ടാമത്തെ ചോദ്യം. The technique which involves developing a model of real phenomenon. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷനിൽ നിന്ന്. And then performing experiments on the model evolved. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്? റിയൽ ഫിനോമിനോട് സാമ്യമുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് നടത്തുന്നു. അതിന് പറയുന്ന പേരെന്താ? സിമുലേഷൻ. ഓപ്ഷൻ സി. കിട്ടിയാ? എനി ഡൗട്ട്സ്? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. Which one of the following refers to the job specific goals of each individual employee? Personal objectives. എന്താണ് ക്വസ്റ്റ്യൻ? Which one of the following refers to the job specific goals of each individual employee? ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിന്റെയും ജോബ് സ്പെസിഫിക് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഏതാണ്? പേഴ്സണൽ കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിന്റെയും പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ് ജോബ് സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then പത്താമത്തെ ചോദ്യം.
വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു എ സിറ്റുവേഷൻ when consumer have a preference for the products of established company? എന്തുകൊണ്ടാണ് നമ്മൾ ചില പ്രൊഡക്റ്റുകൾ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസിന്റെ മേടിക്കാറ്? എന്തുകൊണ്ടാ? ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡാണതല്ലേ, അതുകൊണ്ടാണ് കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ആൻസർ ബ്രാൻഡ് ലോയൽറ്റി. ദെൻ 11ാമത്തെ ചോദ്യം, the fundamental rethinking and radical redesign of business processes to achieve dramatic improvements. ഇത് എന്തിന്റെയോ മീനിങ് ആണ്, എനിക്ക് കിട്ടി. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിന്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ. അപ്പൊ തന്നെ നിങ്ങൾ എഴുതിക്കോ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് BPR. ദെൻ ഇത് തന്നെ ആൻസർ ഉണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. 12ാമത്തെ ചോദ്യത്തിന് ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എ കളക്ഷൻ ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് ഹ്യൂജ് ഇൻ വോളിയം ആൻഡ് ഈസ് ഗ്രോയിങ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം ഈസ് കോൾഡ്. ഹ്യൂജ് ഇൻ വോളിയം, ബിഗ് ഡാറ്റ ആണോ, ഹ്യൂജ് ഡാറ്റ ആണോ, ബ്ലോക്ക് ചെയിൻ ആണോ, ക്ലൗഡ് ഡാറ്റ ആണോ? ബിഗ് ഡാറ്റ. ഹ്യൂജ് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെയാണ് ആൻസർ, ബിഗ് ഡാറ്റ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ 13ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ദ എക്സ്പെക്ടഡ് ടൈം ഫോർ ആൻ ആക്ടിവിറ്റി ഓഫ് പ്രൊജക്ട് ബി ഈസ് 7 days. ഒരു പ്രൊജക്ടിന്റെ എക്സ്പെക്ടഡ് ടൈം എന്ന് പറയുന്നത് 7 days ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഇതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇഫ് ദ ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ടൈം ആർ 3 days ആൻഡ് 15 days റെസ്പെക്റ്റീവ്ലി, വാട്ട് വിൽ ബി ദി മോസ്റ്റ് ലൈക്ലി ടൈം ഓഫ് ദി ആക്ടിവിറ്റി? നമ്മളോട് ചോദിച്ചിരിക്കുന്ന മോസ്റ്റ് ലൈക്ലി ടൈം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇത് ഏത് ഏരിയയുടെ? പ്രൊജക്ട് മാനേജ്മെന്റിലെ പെർട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതിലെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് നമുക്ക് എടുത്ത് എഴുതാം. എക്സ്പെക്ടഡ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ TE എന്നാണ് സൂചിപ്പിക്കുക, 7 days അല്ലെ. ഓപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുമ്പോൾ TO ആണ്, TO എത്രയാ പറഞ്ഞേക്കുന്നത്? 3 days. അതുപോലെ പെസിമിസ്റ്റിക് ടൈം തന്നിട്ടുണ്ടല്ലോ, TP എത്രയാ? 15 days. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മോസ്റ്റ് ലൈക്ലി ടൈം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ടഡ് ടൈം കാണാനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, T ഈസ് ഈക്വൽ ടു TO പ്ലസ് 4 into TM എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി ടൈം, പ്ലസ് TP ഡിവൈഡ് ബൈ 6. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ശരിയല്ലേ? ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഓർമ്മയുണ്ടോ ഗൈസ്? അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ഇട്ട് കൊടുക്കാം. TE എന്ന് പറയുന്നത് എത്രയാ? 7 ആണ്. ഈസ് ഈക്വൽ ടു TO എത്രയായിരുന്നു? 3 പ്ലസ് 4 TM പ്ലസ് TP എത്രയാ? 15 ഡിവൈഡ് ബൈ 6. എങ്ങനെയാ സോൾവ് ചെയ്യാം? 42, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 42 ഈസ് ഈക്വൽ ടു 18 പ്ലസ് 4 TM. സോ TM ഈസ് ഈക്വൽ ടു 6 days വരും. സോൾവ് ചെയ്യുമ്പോൾ 6 days വരും. മോസ്റ്റ് ലൈക്ലി ടൈം നമുക്ക് 6 days കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തേക്ക് പോവാം. In SWOTC analysis, the letter C denotes. പ്രശ്നമാണല്ലോ സാറേ. സ്ട്രെങ്ത് എന്താണ്? സോറി, S എന്താണ് സ്ട്രെങ്ത്? W എന്ന് പറയുമ്പോൾ വീക്ക്നെസ്, O എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറയുമ്പോൾ ത്രെഡ്സ്. C ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറേ. SM ഏരിയ ആണ് കേട്ടോ, SM ചോദ്യമാണ്, SM MCQ ആണ്. C എന്ന് പറയുമ്പോൾ ചാമ്പ്യൻസ് അല്ല, ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. പിന്നെ നിങ്ങൾക്ക് മുമ്പിലുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ചലഞ്ചസും കോർ വാല്യൂസും ആയിരിക്കും. ഒരുമാതിരിപ്പെട്ടവരെല്ലാം സെലക്ട് ചെയ്യുക ഏതായിരിക്കും? കോർ വാല്യൂസ് ആയിരിക്കും. പക്ഷെ കോർ വാല്യൂസ് അല്ല, ചലഞ്ചസ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ, ചലഞ്ചസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. While developing KRAs,
അതായത് കീ റിസൾട്ട് ഏരിയാസ്. ഫോളോയിങ് ക്യാൻ ബി ദ ഹേർഡിൽസ്: lack of clarity, distractions, top down imposition areas. ഇത് മൂന്നും വരും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ്. കഴിഞ്ഞു. നമ്മള് 30 മാർക്ക് മേടിച്ചു. 30 മാർക്ക് മേടിച്ചു. ക്ലിയർ ആണല്ലോ? എന്നാ അടുത്തയിലേക്ക് പോയാലോ? എന്തു പറയുന്നു? എന്നാ പോരാ, നമുക്ക് നമ്മുടെ അടുത്ത ടേമിലെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഏത് ടേമിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ? ഈ കഴിഞ്ഞ ലാസ്റ്റ് ടേം, ജൂൺ 2024 ടേമിലെ OM ആൻഡ് SM 2022 സിലബസിലെ MCQs വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെയും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, റോമൻ ന്യൂമറലും ആൽഫബറ്റ്, അതായത് കറക്റ്റ് ആൻസർ ഏതാണോ അതും എഴുതി വെച്ചാൽ മതി, വേറെ ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനിലേക്കും പോകേണ്ട എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് MCQ നോക്കിയോ. ലെറ്റ്സ് കൺസിഡർ ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി who is aware that it needs to produce the products. One of the important aspect involved in the operational planning, which is related to the question how much to produce, is known as. എന്തും മാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്തിലൂടെയാണ് മനസ്സിലാക്കുക? പ്രോസസ് സെലക്ഷൻ ആൻഡ് ലേഔട്ടിലൂടെയാണോ? അല്ല. ആഗ്രിഗേറ്റ് പ്ലാനിങ്ങിലൂടെയാണോ? അല്ല. ക്വാളിറ്റി മാനേജ്മെന്റിലൂടെയാണോ? അല്ല. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് എന്തുമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? സോ ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് എ പ്ലാന്റ് ഈസ് ദ മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, അതായത് ഗുഡ്സ് ഓർ സർവീസ്, ദ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഒരു പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട്, അത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ആണ് ആൻസർ. കപ്പാസിറ്റി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ which one of the following basic which one of the following basic process types is used when a very highly standardized product is designed in high volume? Highly standardized ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഹൈ വോളിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരം പ്രോസസ് ആയിരിക്കും ചൂസ് ചെയ്യുക? ഒരിക്കലും ബാച്ച് പ്രോസസ് ആയിരിക്കില്ല, ജോബ് ഷോപ്പ് പ്രോസസ് ആയിരിക്കില്ല, പ്രൊജക്ട് പ്രോസസ് ആയിരിക്കില്ല. കണ്ടിന്യൂസ് പ്രോസസ്സിലാണ് നമ്മൾ ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ഹൈ വോളിയത്തിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടിന്യൂസ് പ്രോസസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡൺ. നാലാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രൊഡക്ഷൻ കൺട്രോൾ ഈസ് ടിപ്പിക്കലി ഫൗണ്ട് whenever a particular bottleneck machine exists in the process of manufacturing? മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഒരു ബോട്ടിൽ നെക്ക് മെഷീൻ ഉണ്ടെങ്കിൽ, ബോട്ടിൽ നെക്ക് മെഷീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ബോട്ടിൽ നെക്ക് മെഷീൻ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലുണ്ട്, മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഉണ്ടെങ്കിൽ ഏത് തരം കൺട്രോൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ലോഡ് കൺട്രോൾ ആണ് അപ്ലൈ ചെയ്യുക. ലോഡ് കൺട്രോൾ. ലോഡുകളെ, ഒരു മെഷീന് താങ്ങാൻ പറ്റുന്ന ലോഡിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓപ്ഷൻ എ ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, which one of the following ISO standards, ഒറ്റ മിനിറ്റ്, ഓക്കെ ലാപ്പ് ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ടതാണ്. which one of the following ISO standards evaluates the management of the entire manufacturing process from purchasing to design to training? entire manufacturing പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ISO സ്റ്റാൻഡേർഡ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ISO 9000 ആണ് അതിന് ആൻസർ. ISO 9000. ISO 9000. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ആറാമത്തെ MCQയിലേക്ക് വരാം. ശ്രദ്ധിച്ചോളൂ, കണ്ടിട്ട് ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. എ സിങ്ക് പ്ലാന്റ് ഓഫ് ZOS ലിമിറ്റഡ്
manufactures product Z of 30 units per shift of 8 hours. If the standard time per unit is 12 minutes, so what is the productivity per shift of 8 hours? Productivity ആണ് ചോദിച്ചിരിക്കുന്നത്. 8 മണിക്കൂറിൽ പ്രൊഡക്ടിവിറ്റി എത്ര ശതമാനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. പ്രൊഡക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണല്ലോ. ആക്ച്വൽ പ്രൊഡക്ഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ ക്വസ്റ്റ്യനിൽ, അതായത് 8 മണിക്കൂറിലെ ആക്ച്വൽ പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 യൂണിറ്റ്സ് അല്ലെ? 30 യൂണിറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും സാറേ? സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് ഈസ് 12 മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 12 മിനിറ്റ് ആണ് അല്ലെ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 12 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ അവർ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും? 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും അല്ലെ? 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും. ഒരു യൂണിറ്റിന് 12 മിനിറ്റ് ആണെങ്കിൽ 12 × 5 60. 5 യൂണിറ്റ് അവർ ഒരു മണിക്കൂർ പ്രൊഡ്യൂസ് ചെയ്യും. 5 യൂണിറ്റ് ഒരു മണിക്കൂറിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 8 മണിക്കൂറിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും? നോക്ക്. 5 ഡിവൈഡ് ബൈ 1 × 8, 40 യൂണിറ്റ്സ്. 40 യൂണിറ്റ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കരുതോ? എങ്ങനെ കണ്ടുപിടിക്കും? 30 ഡിവൈഡ് ബൈ 40 × 100. ഇക്വേഷൻ എഴുതിക്കോ. പ്രൊഡക്ടിവിറ്റിയുടെ ഇക്വേഷൻ എഴുതിക്കോ. ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ × 100. അതായത് 30 ഡിവൈഡ് ബൈ 40 × 100. 75% ആണ് പ്രൊഡക്ടിവിറ്റി. 75% ആണ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ. ഏഴാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡിസൈൻ ടെസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. ആസ്ക് വെദർ എ പ്രപ്പോസ്ഡ് സ്ട്രക്ചർ വിൽ സെറ്റ് അപ്പ് ലിങ്ക്സ് ബിറ്റ്വീൻ parts of the organization that are important but bound to be strained. The difficult link test ആണ് അതിന്റെ ആൻസർ. ഡിഫിക്കൽട്ട് ലിങ്ക് ടെസ്റ്റിന്റെ മീനിങ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഡിഫിക്കൽട്ട് ലിങ്ക് ടെസ്റ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം നമ്മൾ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയിൽ പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2022 സിലബസിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ. Roll Limited, a manufacturer of ball bearing, provides the following items that is being managed using a fixed order quantity model with safety stock. Annual demand തന്നിട്ടുണ്ട്, ഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, സേഫ്റ്റി സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആവറേജ് ഇൻവെന്ററി ലെവൽ. ഇൻവെന്ററി ടേൺ കാണണ്ട, ആവറേജ് ഇൻവെന്ററി ലെവൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് QO, ഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ 2 പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക് ആണ്. QO എത്രയാ? 3600 യൂണിറ്റ്സ് അല്ലെ? ഓർഡർ ക്വാണ്ടിറ്റി 3600 യൂണിറ്റ്സ് ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക് എത്രയാ? 400. ഒന്ന് സോൾവ് ചെയ്തേ. 3600 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1800 അല്ലെ? 1800 കാണുന്നുണ്ടോ? പ്ലസ് 400 എന്ന് പറയുമ്പോൾ 2200 യൂണിറ്റ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത നോക്കിയേ, 9ാമത്തെ ചോദ്യം പ്രോബ്ലം ആണെന്ന് തോന്നുന്നു കേട്ടോ. അതും ദ സ്ലേക്ക് ടൈം ഓഫ് ടെയിൽ ഇവന്റ് ആൻഡ് സ്ലേക്ക് ടൈം ഓഫ് ഹെഡ് ഇവന്റ് ഓഫ് ആൻ ആക്ടിവിറ്റി M ആർ 15 days and 2 days റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ഒന്ന് എഴുതാം. സ്ലാക്ക് ഓഫ് ടെയിൽ ഇവന്റ്, സ്ലാക്ക് ടൈം ഓഫ് ടെയിൽ ഇവന്റ് 15 ആണ് അല്ലെ? ഓക്കെ. സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ് എത്രയാ? 2 ആണ്. If the total float of activity M is 16 days, total float തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്ലോട്ട് തന്നിട്ടുണ്ട് 16 days. അങ്ങനെയാണെങ്കിൽ ഫ്രീ ഫ്ലോട്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ഫ്ലോട്ട്
കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താടാ? ടോട്ടൽ ഫ്ലോട്ട് മൈനസ് സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ്. ടോട്ടൽ ഫ്ലോട്ട് എത്രയാ? 16. സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ് എത്രയാ? 2. സോ 14 days. ഓപ്ഷൻ ബി ആണ് ആൻസർ, 14 days. ഓക്കെ, വീണ്ടും SM-ലേക്ക് വരുന്നുണ്ട്. 10ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈസ് എ ഫോം ഓഫ് പെയ്ഡ് അഡ്വർടൈസിംഗ് that allows marketing team to essentially purchase traffic to their website? Pay per click, PPC ആണ് അതിന് ആൻസർ. PPC, pay per click. ഓക്കെ. 11ാമത്തെ ചോദ്യം, which of the following is true for a blue ocean strategy? Which of the following is or are true for a blue ocean strategy? നമ്മളെ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈസ് ആണോ ആർ ആണോ? ആകെ പ്രശ്നമായി. ക്രിയേറ്റ് ആൻഡ് ക്യാപ്ചർ ന്യൂ ഡിമാൻഡ് എന്ന് പറയുന്ന ബ്ലൂ ആണ്, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി ആണ്. ബോട്ട് ദ കോമ്പറ്റീഷൻ, റെഡ് ഓഷൻ സ്ട്രാറ്റജി ആണ്. എക്സ്പ്ലോയിറ്റ് എക്സിസ്റ്റിംഗ് ഡിമാൻഡ്, റെഡ് ഓഷൻ സ്ട്രാറ്റജി ആണ്. കോമ്പീറ്റ് ഇൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, ഏത് സ്ട്രാറ്റജിയാ? റെഡ് ആണ്. സോ ആൻസർ ഏതാണ്? എ, ഓപ്ഷൻ എ ആണ് ആൻസർ. ക്രിയേറ്റ് ആൻഡ് ക്യാപ്ചർ ന്യൂ ഡിമാൻഡ് ആണ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് സത്യമായിട്ട് പറയേണ്ടത്. ഓക്കെ, then which one of the following sorts of business defined by the market growth or market share axis of BCG metrics is a business unit with high market share in a matured market? അറിയാവുന്ന കാര്യമാണ്. ക്യാഷ് കൗ, ക്യാഷ് കൗ, ക്യാഷ് കൗ. ഓപ്ഷൻ എ ആണ് ആൻസർ. then 13ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ സയൻസ് ഓഫ് യൂസിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആൻഡ് ലോജിക് to generate time effective sequence of tasks considering any resource and cost constraint. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനോടകം ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഷെഡ്യൂളിംഗ്, ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് ഇല്ല എങ്കിൽ ലൈൻ ബാലൻസിംഗ് ഉണ്ടോ നോക്കുക, എഴുതിയാൽ മതി. ഷെഡ്യൂളിംഗ് ആണ് അതിന് ആൻസർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, then 14, which one of the following announces what the company is providing to society, either a service or a product? എന്താണ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? സർവീസ് ആണോ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? മിഷനിലൂടെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരിക്കലും മിഷൻ അല്ല, വാല്യൂസ് അല്ല, ഒബ്ജക്റ്റീവ്സ് അല്ല. then ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ, which one of the following types of cloud computing, SM ആണ്, is a distribution model that delivers software application over the internet? These applications are often called web services. Infrastructure as a service അല്ല, പ്ലാറ്റ്ഫോം അല്ല, സോഫ്റ്റ്വെയർ ആണ് ആൻസർ. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, സാസ് എന്ന് പറയും. ആമസോൺ വെബ് സർവീസ് ഒന്നും അല്ല, സോഫ്റ്റ്വെയർ. ആ പേര് തന്നെ ഉണ്ട്, സോഫ്റ്റ്വെയർ. ക്വസ്റ്റിൽ തന്നെ ആൻസർ കിടപ്പുണ്ട്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ 2 സെറ്റ് MCQs, 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ MCQs നമ്മൾ ഇതിനോടകം പഠിച്ചു. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യും. ഇനിയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ.